പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദങ്ങൾക്കിടെ CPIM സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. പി ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പി ജയരാജൻ വിശദീകരണം നൽകും. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയോ? ഈ വിഷയത്തിൽ ഏത് രൂപത്തിലുള്ള പ്രതികരണങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്നുണ്ടാകും? ഏത് രൂപത്തിലുള്ള ചർച്ച ആകും ഉണ്ടാവുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്? വേണു, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പം മുമ്പ് AKG സെന്ററിൽ തുടങ്ങി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വേണു ചൂണ്ടിക്കാണിച്ച പോലെ പി ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച തന്നെയാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നേരത്തെ അജണ്ടയായിട്ട് നിശ്ചയിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസവും അതിന്റെ തലേ ദിവസവും ഉണ്ടായ ഈ വിവാദങ്ങൾ തന്നെയാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുക. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു സമ്മതത്തിന്, അതായത് താൻ പ്രകാശ് ജാവദേക്കറിനെ കണ്ടിരുന്നു എന്ന സമ്മതത്തിന് അല്ലെങ്കിൽ അത് പരസ്യമായി പറയുന്നതിന് പി ജയരാജൻ തയ്യാറായത് എന്തുകൊണ്ട് എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നതും അതോടൊപ്പം തന്നെ അങ്കലാപ്പിലാക്കുന്നതും. കാരണം ഒരു മുതിർന്ന CPIM നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, LDFന്റെ കൺവീനർ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് CPIM നേതാക്കൾ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ എന്തുകൊണ്ട് പാർട്ടിയെ അറിയിച്ചില്ല? ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു വർഷത്തോളമാവുന്നു. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് പാർട്ടിയെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റു നേതാക്കൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മാത്രമല്ല, വലിയ തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം LDFന് അനുകൂലമായ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ തൊട്ട് തലേന്ന് ഇത്തരത്തിലൊരു ആരോപണം വരികയും പിറ്റേന്ന് വോട്ടെടുപ്പ് ദിവസം ഇതിനെ സാധൂകരിക്കുകയും ചെയ്യുന്ന പിയുടെ നിലപാട് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് CPIM സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പി ഇന്ന് യോഗത്തിൽ വിശദീകരണം നൽകും. എന്തുകൊണ്ട് താൻ അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളതാണ് പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. ഇതിൽ പറയുന്നത് തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇടതുമുന്നണിയെ ലക്ഷ്യമാക്കി ഒരു ആരോപണം ഉയരുന്നു. സ്വാഭാവികമായും ഈ ആരോപണം താൻ BJPയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് നിഷേധിക്കേണ്ടത് തന്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാര്യം താൻ നിഷേധിച്ചത്. പ്രകാശ് ജാവദേക്കറിനെ കണ്ടിരുന്നു, തന്റെ വീട്ടിൽ വന്നാണ് അദ്ദേഹം കണ്ടത്. പക്ഷേ ഒരു രാഷ്ട്രീയ കാര്യവും ഇക്കാര്യത്തിൽ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ല എന്നുള്ളത് പി തുറന്നു പറയുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് താൻ തുറന്നു പറയേണ്ടി വന്നത് എന്നുള്ളതാണ് പിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം. സ്വാഭാവികമായും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും പി ഈ ഒരു വാദം തന്നെയാകും ഉന്നയിക്കുക. പക്ഷേ അത് എത്രത്തോളം സംസ്ഥാന നേതൃത്വം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഘടകകക്ഷികൾക്കിടയിലും വലിയ തരത്തിലുള്ള അമർഷം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഇക്കാര്യത്തിൽ LDF കൺവീനർക്ക് ജാഗ്രത കുറവുണ്ടായി. LDF കൺവീനർ ഈ വിധത്തിലായിരുന്നില്ല പ്രവർത്തിക്കേണ്ടത്. ഉചിതമായ നടപടി CPM സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് CPIക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ പിക്കെതിരെ ഏത് തരത്തിലുള്ള നടപടി വേണമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള താക്കീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യും. മാത്രമല്ല, പിയെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ചില ആവശ്യങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളിലായി ഉയർന്നു വരുന്നുണ്ട്. CPMനെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളടക്കം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കും ഇത് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഏത് തരത്തിലുള്ള ഒരു നടപടിയാകും ഉണ്ടാകുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കേണ്ടതുണ്ടോ, പി തൽക്കാലം മാറി നിൽക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. അതുകൂടാതെ കഴിഞ്ഞ കുറെ നാളുകളായി പി പാർട്ടിയുമായി നിസ്സഹകരിക്കുന്നു എന്ന ഒരു വലിയ ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പി പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാതെ മറ്റു കാര്യങ്ങൾക്കായി സമയം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വന്ന ഒരു വിമർശനം. സ്വാഭാവികമായും ഈ വിമർശനം കൂടി ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. വേണു, ഗിരീഷ്, 3 കേന്ദ്രങ്ങളാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്: പി, TG നന്ദകുമാർ, ശോഭാ സുരേന്ദ്രൻ. എന്തായാലും ഈ 2-3 ദിവസത്തെ പ്രതികരണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: പി പറഞ്ഞതിൽ തന്നെ നിൽക്കുകയാണ്. പരസ്പര വിരുദ്ധമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദല്ലാളും ശോഭയുമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലാകാതെ സെക്രട്ടറിയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്ന നിലയിലല്ലേ ഇപ്പോൾ പി?
വേണു, ഇക്കാര്യത്തിൽ പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ ചില ഭിന്നാഭിപ്രായങ്ങളുണ്ട്. കാരണം EP ഒരു കാരണവശാലും TG നന്ദകുമാറിനെ തള്ളിപ്പറയുന്നില്ല, TG നന്ദകുമാർ ആകട്ടെ EP-യും തള്ളിപ്പറയുന്നില്ല. സ്വാഭാവികമായും ഇത്തരത്തിലൊരു അടുപ്പം EP-യും TG നന്ദകുമാറും തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം ഇപ്പോഴും വിലയിരുത്തുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പ് ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ചില സുഹൃത്ത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചില സൂചനകളും അദ്ദേഹം നൽകിയത്. സ്വാഭാവികമായും സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ EP-ക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച നടക്കുക, തീരുമാനങ്ങൾ എടുക്കുക. TG നന്ദകുമാറിനെ തള്ളി പറയുന്നില്ല എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട സമയത്തെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെതിരെയൊക്കെ രൂക്ഷമായ ചില വെളിപ്പെടുത്തലുകളും ഈ കേസിൽ ഒരു ഭാഗത്ത് നിൽക്കുകയും ചെയ്ത ആളാണ് TG നന്ദകുമാർ. അത്തരത്തിലൊരു വ്യക്തിയുമായി EP ഏത് തരത്തിലുള്ള ഒരു സൗഹൃദ ബന്ധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മാത്രമല്ല മറ്റു ചില ആരോപണങ്ങൾ ഈ TG നന്ദകുമാറും EP-യും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇത് ചില ബിസിനസ് ബന്ധങ്ങളെ കുറിച്ചാണ് എന്നും പാർട്ടി നേതൃത്വം ആരോപിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇക്കാര്യത്തിലുള്ള ചർച്ചകളെല്ലാം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും. ഇതിനുശേഷമായിരിക്കും സെക്രട്ടേറിയറ്റ് യോഗം ഒരു നടപടിയിലേക്കോ ഒരു തീരുമാനത്തിലേക്കോ കടക്കുക. വീണു, ഗിരീഷ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ് EP. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? പരിമിതികളുണ്ട്. അതിൽ നിന്നുകൊണ്ട് എന്തൊക്കെ തരം സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്? വേണു, ഇക്കാര്യത്തിൽ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് അദ്ദേഹം അംഗമായ ഘടകമാണ് ഇക്കാര്യത്തിലുള്ള പാർട്ടി നടപടികളുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായും EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം കൂടി പങ്കെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും നടപടി ആവശ്യമുണ്ടെങ്കിൽ ആ നടപടിയിലേക്കൊക്കെ കടക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ കേന്ദ്ര കമ്മിറ്റിയുടെയോ മറ്റു ആരുടെയും തന്നെ അനുവാദമോ അംഗീകാരമോ ആവശ്യമില്ല. അത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ്. ഈ മുന്നണി സംവിധാനത്തിലേക്ക് CPM EP-ക്ക് മേൽ നടപടിയെടുക്കാതെ, സംസ്ഥാന നേതൃത്വം നടപടിയെടുക്കാതെ പിന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുമെങ്കിൽ അത് എങ്ങനെയാണ് പാർട്ടിക്ക് വിശദീകരിക്കാൻ കഴിയുക? അതിന്റെ സാധ്യത പരിമിതമല്ലേ ഇപ്പോൾ? വേണു, ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം നേരത്തെ പറയുന്ന ഒരു നിലപാടുണ്ട്. ഈ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിലും അതോടൊപ്പം തന്നെ വോട്ടെടുപ്പ് ദിവസം EP നടത്തിയ പ്രസ്താവനയിലും അത് വലിയ തരത്തിലുള്ള ജാഗ്രതക്കുറവുണ്ടായി. അത് വോട്ടിങ്ങിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ, വടക്കൻ മേഖലകളിൽ വോട്ടിങ്ങിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. സ്വാഭാവികമായും ഘടകകക്ഷികളൊക്കെ തന്നെ EP-ക്കെതിരെ നടപടി വേണം എന്നൊരാവശ്യം പരോക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയെ നമുക്ക് ആ തരത്തിൽ തന്നെ കാണേണ്ടി വരും. കാരണം ഈ നടപടിയെടുക്കുന്ന CPM നേതൃത്വമാണല്ലോ. അവർ ഉചിതമായ നടപടി എടുക്കട്ടെ എന്നുള്ളൊരു സൂചനയാണ്, പരോക്ഷമായ ഒരു സൂചനയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സ്വാഭാവികമായും ഘടകകക്ഷികൾ പരോക്ഷമായി EP-ക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നു. ഈ ഒരു ഘട്ടത്തിൽ EP-യെ താൽക്കാലികമായി LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ EP സ്വയം ഒഴിഞ്ഞുകൊണ്ട് മറ്റൊരാളിനെ ഈ പദവി ഏൽപ്പിക്കുക. ഈ ഒരു ചർച്ചയായിരിക്കും സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുക. ഇത് പറഞ്ഞു നിൽക്കുന്നതിന് CPM സംസ്ഥാന കമ്മിറ്റിക്കോ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നുള്ളതാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. കാരണം ഒരു ജാഗ്രത കുറവിന്റെ പേരിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി നിർത്തുന്ന പതിവ് മുമ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല, സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതും പരസ്യ പ്രസ്താവന, പരസ്യമായി ഇക്കാര്യങ്ങളൊക്കെ വിവാദമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സമ്മതിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിലൊക്കെ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് പ്രത്യേകിച്ചും വോട്ടെടുപ്പ് കഴിഞ്ഞ ഒരു അവസരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികളിലേക്ക് കടക്കാനാണ് സൂചന എന്നൊരു സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വേണു, ശരി. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു, EP പങ്കെടുക്കുന്നു.